നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെ.ബി. ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മന്ത്രിയാണ് കെ.ബി. ഗണേഷ് കുമാർ. അദ്ദേഹത്തിന് സ്വന്തമായി ബിസിനസ് ഉള്ളത് കൊണ്ടാണോ എന്താണെന്നറിഞ്ഞൂടാ, അദ്ദേഹം നല്ലൊരു ഗതാഗത മന്ത്രിയാണെന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. വളരെ നല്ല ഒരു കഴിവുള്ള KSRTCയെ ഭരിക്കാൻ കഴിവുള്ള ഒരു മന്ത്രിയാണ് കെ.ബി. ഗണേഷ് കുമാർ. ചില വീഡിയോസിന് വേണ്ടിയിട്ട് പല കണ്ടക്ടർമാരെ വഴക്ക് പറയണതും കുപ്പിയുടെ കാര്യം അതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബസ്സിന് ലാഭമുണ്ടാക്കാനും ബസ് എങ്ങനെ ഓടാമെന്നും കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഓണത്തിന് കർണാടക KSRTC 32 സ്പെഷ്യൽ ബസ്സുകൾ ഇട്ടപ്പോൾ കേരളം എത്ര ബസ് ഇട്ടു സ്പെഷ്യൽ ബസ്സായിട്ട്? പൂജ ഹോളിഡേയ്സുമായി ബന്ധപ്പെട്ട് എത്ര സ്പെഷ്യൽ ബസ്സുകൾ ഇട്ടു? ഇപ്പോൾ ഇതാ ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ വന്നിരിക്കുകയാണ്. ഇന്നലെയാണ് ഡിസംബർ 25-ലേക്കുള്ള ബസ് ബുക്കിംഗ് ആരംഭിച്ചത്. സീറ്റുകളൊന്നുമില്ല. ഇനിയുള്ള സീറ്റാണെങ്കിൽ ആർക്കും ആവശ്യമില്ലാത്ത ഒരു സമയത്തും ഒരു ഗുണമില്ലാത്ത ഒരു സമയത്തും. അപ്പോൾ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ബസ്സുകൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ബസ് ഇടാത്തത്? കെ.ബി. ഗണേഷ് കുമാറിനോട് ഒരു അഭ്യർത്ഥനയാണ്. ദയവ് ചെയ്ത് ഈ സീസൺ ടൈമിൽ കുറച്ച് സ്പെഷ്യൽ ബസ് ഇടണമെന്ന് അപേക്ഷിക്കുന്നു. കേരള KSRTCയിൽ ബസ്സിന്റെ റേറ്റ് സീസണിലായാലും നോർമൽ റേറ്റ് ആണ്. പക്ഷെ പ്രൈവറ്റ് ബസ്സിൽ അതിന്റെ ഡബിൾ ആണ്. ഇപ്പം ഞാനും എൻ്റെ ഫാമിലിയും ട്രാവൽ ചെയ്യുമ്പോൾ 2 ആൾക്ക് കൂടിയുള്ള ടിക്കറ്റ് എടുക്കുമ്പോൾ ആ 2 ആൾക്കുള്ള ടിക്കറ്റാണ് പ്രൈവറ്റ് ബസ്സിൽ ഒരാളുടെ ടിക്കറ്റ് പ്ലസ് ടാക്സ്. അതൊന്ന് കെ.ബി. ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിലെത്തണമെന്നും പ്രൈവറ്റ് ബസ്സുകൾ ഈ സീസൺ ടൈമിൽ അമിതമായി ചാർജ് ഈടാക്കുന്നതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നും കെ.ബി. ഗണേഷ് കുമാറിനോട് അഭ്യർത്ഥിക്കുന്നു. സ്പെഷ്യൽ ബസ് ഇടണമെന്ന ഒരു വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.